നമസ്കാരം. ഞാൻ കെന്നഡി ചാക്കോ, പത്തനംതിട്ട. നമ്മുടെ നാട് നല്ല രീതിയിൽ പുരോഗമിക്കണമെന്നും നമ്മുടെ സഹജീവികൾ മുന്നോട്ട് നല്ല രീതിയിൽ വളരണമെന്നും ഒക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ നമ്മുടെ നാട് എന്തുകൊണ്ടാണ് ചില പോരാളികൾ, എല്ലാ നാട്ടിലും ചില പോരാളികളൊക്കെ വരും എങ്കിൽ തന്നെയും കേരളത്തിന് പുറത്ത് ജീവിച്ചിട്ടുള്ളവർക്ക് കേരളത്തിനെ പറ്റി വലിയ മതിപ്പൊന്നുമില്ല എന്നെനിക്ക് അനുഭവത്തിലൂടെ അറിയാവുന്നതാണ്. അതിന് ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. ഏതാണ്ട് 1990 കാലഘട്ടത്തിൽ ഞാൻ തമിഴ്നാടിന് ആദ്യമായി പോയ സമയത്ത് അവിടെ ഏത് പ്രദേശത്ത് ചെന്നാലും ചെറിയ ചെറിയ ഓരോ കവലകളിലൊക്കെ വേസ്റ്റ് ഇടുവാനുള്ള പാത്രം വെച്ചിരിക്കും, അല്ലെങ്കിൽ ഒരു തൊട്ടി എന്നാണ് അവർ പറയുന്നത്. സിമെന്റിൽ വാർത്ത ഒരു റിങ്, വീതിയുള്ള ഒരു റിങ് അവിടെ വെച്ചിരിക്കും. അതിനകത്ത് പൊതുജനങ്ങൾ അവരുടെ വേസ്റ്റുകളൊക്കെ കൊണ്ടുവന്ന് ശേഖരിക്കും. എല്ലാ ദിവസവും രാവിലെ നേരം എടുക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 6 മണിക്ക് മുമ്പായിട്ട് അത് അവിടെ നീക്കം ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഞാൻ 1990 കണ്ട കാലഘട്ടത്തിൽ കണ്ട ആ സംഭവം ഈ 2026 പോലും നമ്മുടെ കേരളത്തിലെങ്ങും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ ഈ സമീപകാലത്തായിട്ട് നമ്മുടെ ഈ പത്തനംതിട്ട ചില ഭാഗങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചെറിയ 2 ബക്കറ്റുകൾ വേസ്റ്റ് ഇടാൻ വേണ്ടി വെച്ചിരിക്കുന്നു. അതിന് തൊട്ട് മുമ്പ് ഒരു സമയത്ത് ഞാൻ കണ്ടായിരുന്നു ഒരു നെറ്റ് പോലെ അടിച്ച കമ്പി വല പോലെ ഒരു പെട്ടി തീർത്ത് വെച്ചിരിക്കുന്നത്. അതിൽ ഭൂരിഭാഗം പെട്ടികൾക്കുള്ളിലും മാസങ്ങളോളം അത് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നത് കണ്ടിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത് തന്നെയല്ല പ്രധാനം, അതെങ്ങനെ പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് പ്രധാനം. ഞാനതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞു മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ പറയും, നമ്മുടെ മന്ത്രിമാരും നമ്മുടെ MLA-മാരും ഒക്കെ നമ്മളെ ഭരിക്കുന്നവരൊക്കെ അതേപോലെ വലിയ ഉദ്യോഗസ്ഥരൊക്കെ നമ്മുടെ നാട് എങ്ങനെ പുരോഗമിക്കണം എന്നുള്ളത് കണ്ടുപഠിക്കുവാൻ വേണ്ടി മറ്റു രാജ്യങ്ങളിലും മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ പോയി പഠിക്കുന്നു, കാണുന്നു, കേൾക്കുന്നു. നമ്മുടെ സർക്കാരിന്റെ നമ്മുടെ ഖജനാവിൽ നിന്ന് ഫണ്ട് വിനിയോഗിച്ചാണ് ഇതൊക്കെ ഇവർ പഠിക്കാനൊക്കെ പോകുന്നത്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും ഇവരൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ വളരെ തമാശയാണ് കേൾക്കാൻ. ഞാൻ ഇന്ന് പറഞ്ഞു വരുന്ന ഭാഗം, നമ്മുടെ സമൂഹം ഇങ്ങനെ ചിന്തിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ സമൂഹം ഇങ്ങനെ ആയി പോകുന്നു എന്നുള്ളതിന് പ്രധാന ഉദാഹരണം ബഹുമാനപ്പെട്ട നമ്മുടെ പ്രശാന്ത് IAS സാറ് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് കേട്ട് നോക്കൂ. കേട്ടിട്ട് എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്, എന്താണ് മനസ്സിലാക്കേണ്ടത് എന്ന് ആ സാർ പറയുന്ന വാക്കുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പങ്കുവയ്ക്കും. KSRTC എടുത്ത് നോക്കൂ. KSRTC നമ്മൾ ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക്കിന് വേണ്ടുന്ന ട്രാൻസ്പോർട്ടാണ്. നിങ്ങൾ കൊച്ചിക്കാരല്ല, കൊച്ചിയിലുള്ള ഭൂരിഭാഗം പേരും നിങ്ങൾക്ക് ഈ കൊച്ചി നഗരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ നല്ല AC ബസ് കിട്ടിയാൽ വിളിക്കില്ല. നമുക്ക് ഇപ്പോൾ മെട്രോ ഉണ്ടെങ്കിൽ നമ്മൾ ഹാപ്പി അല്ലേ, അതിനകത്ത് പോലെ നമ്മൾ സ്കൂട്ടർ ഓടിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കാർ എടുത്തിട്ടോ മെനക്കെട്ടി സിറ്റിക്കകത്തോട് പോകുന്നു. പകരം പോകുന്നിടത്തെല്ലാം AC ബസ് കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മളതാണ് പ്രിഫർ ചെയ്യുക. വിദേശ രാജ്യത്തൊക്കെ അങ്ങനെയാണ്. നമ്മളിവിടെ എന്തുകൊണ്ട് അതില്ലാതെന്ന് ആലോചിച്ചിട്ടുണ്ട്. ഞാൻ കോഴിക്കോട് കളക്ടറായിരുന്നപ്പോൾ ഇതിനൊരു RTL അങ്ങനെ ഒരു പെർമിറ്റ് ഇല്ല. അപ്പോൾ ജനങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ളൊരു ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കൊടുക്കുന്നത് എന്തുകൊണ്ട് പാടില്ല എന്ന് വിചാരിച്ച് കോഴിക്കോട് ഇരിക്കുമ്പോൾ ഞാൻ ഇത് പ്രപ്പോസലാക്കി അയച്ചു. അപ്പോഴാണ് മനസ്സിലായത് അത് സമ്മതിക്കില്ല. അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഇപ്പോൾ വേണ്ട, അങ്ങനെ ആരും അങ്ങനെ സൂക്ഷിച്ചുകൊണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് AC-യിലൊക്കെ പോകുന്നത് വലിയ കാശുകാരൊക്കെയാണ്. അപ്പോൾ പിന്നെ അത് പ്രയോറിറ്റി ആവേണ്ട കാര്യമില്ല. അതായത് സാധാരണക്കാർക്ക് പോകേണ്ടത് വേറൊരു സാധനമുണ്ട്. അതായത് തല്ലിപ്പൊള്ളി ഒരു വണ്ടി ഇടും, അതിൽ പൊക്കോണം എല്ലാവരും. അതാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. അവർക്ക് നല്ല ഫെസിലിറ്റി കൊടുക്കുന്നത് തെറ്റാണ് ഫസ്റ്റ് ഓഫ് ഓൾ. 2, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കാറും വാഹനങ്ങളും ഒക്കെ എടുത്ത് ഇറങ്ങുന്നവരുണ്ടല്ലോ, അവരെയാണ് നമ്മൾ ബസ്സിനകത്തോടേക്ക് കൊണ്ടുവരേണ്ടത്. എന്നാലല്ലേ കാറിൻ്റെ എണ്ണം കുറയുള്ളൂ, അങ്ങനെയല്ലേ ട്രാഫിക് കുറയും. അതാണല്ലോ കോമൺ സെൻസ്. അപ്പോൾ നല്ല സൗകര്യമുള്ള കുറച്ച് ബസ്സുകൾ, AC ബസ്സുകൾ ഇട്ട് കഴിഞ്ഞാൽ ഒരു 10-20 കാറാണ് ഉടനെ മാറുന്നത്. ആ 10-20 കാറിൽ പോകുന്ന ആൾക്കാർ മൊത്തമാണ് അതിനകത്തോട്ട് കയറുന്നത്. പ്രൊവൈഡഡ് യു ഗിവ് എ ഗുഡ് ബസ്. ഇത് നമ്മൾ പെർമിറ്റ് കൊടുക്കില്ല, കാരണം KSRTC തകർന്നു പോകും. ഇതും KSRTC എന്താ ബന്ധം? അങ്ങനെയൊന്നും ചോദിക്കരുത്. ഇത് വന്നു കഴിഞ്ഞാൽ തകർന്നു പോകും. ഇങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ലോജിക്കലി ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം പറഞ്ഞ മാതിരിയുള്ള കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കണം.